ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഇൻഫർമേറ്റീവ്സ് വീഡിയോ തരാൻ വേണ്ടി കേട്ടോ. അപ്പം നമുക്ക് ഓസ്ട്രേലിയൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. കാരണം ഞങ്ങൾ ഓസ്ട്രേലിയ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഒരു ജനറൽ പ്രാക്ടീഷണർ ഒരു ഡോക്ടറിനെ കാണേണ്ട ആവശ്യം വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ജനറൽ പ്രാക്ടീഷണർ, നമ്മുടെ നാട്ടിലത്തെ നോർമലായിട്ടൊരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ജനറൽ പ്രാക്ടീഷണറിനെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചായിട്ട് ഞാൻ പറയുന്നത്. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം എന്താ പറയുക, നമുക്കൊന്ന് ചിലപ്പം ചെറിയ അസുഖങ്ങൾ കാരണമായിരിക്കും, അതല്ലെങ്കിൽ ചില ഇമ്മ്യൂണൈസേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യങ്ങളായിട്ട് നമ്മൾ ജി പി കൺസൾട്ടേഷൻ എടുക്കും. ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെ ഒരു ജി പി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പിള്ളേരുടെ ഇമ്മ്യൂണൈസേഷന് നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ അതിപ്പോൾ UAE എന്നൊക്കെയാണെങ്കിൽ വേറെ രാജ്യത്തുനിന്ന് വരുന്ന ആളുകൾ അവിടുത്തെ ഇമ്മ്യൂണൈസേഷനും അത് ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഇമ്മ്യൂണൈസേഷൻ ആയിട്ട് സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ്റെ കാർഡുകളെല്ലാം കൊണ്ട് ഒരു ജനറൽ പ്രാക്ടീഷനെ കൊണ്ട് കാണിച്ച് അവർ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ്റെ എല്ലാം നോക്കിക്കഴിഞ്ഞ് ഒരു സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യും. നോക്കിക്കഴിഞ്ഞിട്ട് അത് ഇവിടുത്തെ ഇമ്മ്യൂണൈസേഷനുമായിട്ട് കമ്പാറ്റബിൾ ആണ്, അതെല്ലാം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത് അത് നോക്കിയിട്ട് ഒരു സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ GP കൺസൾട്ടേഷന് വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്തു. നമ്മൾ സാധാരണ നാട്ടിലാണെങ്കിലും അബുദാബിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഡോക്ടറിനെ വിളിച്ചിട്ടോ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറയുന്ന അവർ ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നോർമലായിട്ട് നമുക്ക് തന്നെ ഒരു മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ നമുക്ക് അബുദാബിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് പല റിമൈൻഡറും വരും കേട്ടോ നമുക്ക്. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് റിമൈൻഡർ ഒന്നുമില്ല. ചില ക്ലിനിക്കുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങളെ വിളിച്ചൊരു GP അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും വന്നില്ല. ഞങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നില്ല നിങ്ങൾക്കൊരു GP അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ. വേറൊരു ക്ലിനിക്കിൽ ഞങ്ങൾ രണ്ടാമത് അപ്പോയിൻമെൻറ്റ് എടുത്ത ക്ലിനിക്കിൽ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. അപ്പോൾ എല്ലാ ക്ലിനിക്കും ഒരുപോലെയല്ല, ചില ക്ലിനിക്കുകളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ GP കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾക്ക് പോകാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പരിപാടിയാണ്. പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും കേട്ടോ. അതും ചെറിയ ഫൈനൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫൈൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചുമ്മാ ഒരു കൺസൾട്ടേഷന് പിള്ളേരെ കാണിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകാണ്ടിരിക്കുവാണെങ്കിൽ ഒരു കുട്ടിക്ക് $40 2 പേർക്കാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തത്. അപ്പം $80 ഫൈൻ കിട്ടി. നമുക്ക് ഈ $80 ഫൈൻ അടിച്ചാൽ മാത്രമേ അടുത്ത പ്രാവശ്യം നമുക്ക് ആ ക്ലിനിക്കിൽ പിന്നെ കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ GP കൺസൾട്ടേഷൻ അല്ലെങ്കിൽ GP അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പാക്കണം നമ്മൾ പോകുമെന്ന്. അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ റിമൈൻഡർ വെച്ച് നമ്മൾ പോകണം കേട്ടോ. അഥവാ GP കൺസൾട്ടേഷൻ മിസ്സായാൽ നമുക്ക് ഫൈൻ കിട്ടും. അത് എനിക്കിവിടെ ഇപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുവരെ ചെയ്തതിൽ എനിക്ക് ആദ്യമായിട്ട് കേട്ടോ GP കൺസൾട്ടേഷൻ ഇങ്ങനെ ഫൈൻ കിട്ടുന്നത് കണ്ടത്. അപ്പോൾ ഓസ്ട്രേലിയ വരാനിരിക്കുന്നവരാണെങ്കിൽ GP കൺസൾട്ടേഷൻ എന്തൊക്കെയാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ GP കൺസൾട്ടേഷൻ എടുക്കുവാണെങ്കിൽ മിസ്സാകാതെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.